ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം കെ ആന്റണിയെ ലക്ഷ്യം വെച്ചതെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ കെ ആന്റണിക്കെതിരെ നീക്കം നടക്കുന്നുണ്ട്. പാനൂർ സ്ഫോടന കേസിൽ RSS ബി.ജെ.പി. നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ബോംബ് നിർമ്മാണമാണ് നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM ഭീകര സംഘടനയായി മാറി. ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണ്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപും സ്ഥലം അവിടെയുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ്, കൃത്യമായ നിലപാടുകളാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണത്തെക്കുറിച്ചാണ്. അത് കെ ആന്റണിയെ വെച്ചാണെന്നുള്ളത് ലക്ഷ്യം വെച്ചിട്ടാണെന്നുള്ള ഒരു കൃത്യമായൊരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അത്തരത്തിൽ എങ്ങനെ നോക്കാം ഈ ഒരു പ്രതികരണങ്ങളൊക്കെ? വിഷ്ണു, കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് ഈ പത്തനംതിട്ടയിലെ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിഷയം, ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയാണെന്നുള്ള പൊതുവെ ഒരു പ്രചാരണം പ്രതിപക്ഷ സംഘടനകളടക്കം നടത്തിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾ ആന്റണിക്കെതിരെ കെ ആന്റണിക്കെതിരെയുള്ളതാണ്. ഈ കെ ആന്റണിയെ തന്നെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കെ ആന്റണിയെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുന്നതിന് വേണ്ടി കോൺഗ്രസുകാർ തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കഥകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ള ഒരു നിലപാടാണ് കെ സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്തത്. മാത്രമല്ല, വളരെ ഗൗരവകരമായ ഒരു കാര്യം, ഈ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കെ സുരേന്ദ്രൻ പ്രതികരണം നടത്തി. ഈ റിമാൻഡ് റിപ്പോർട്ട് വളരെ ഗൗരവമേറിയതാണ്. RSS BJP നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ബോംബ് നിർമ്മാണമാണ്. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുകയാണ്. ഈ വിഷയത്തിന്റെ, ഈ സംഭവത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ഇപ്പോഴും അന്വേഷണം എത്തിയിട്ടില്ല. ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ ഒരു ഗൂഢാലോചന അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ബോംബ് നിർമ്മാണം CPI തന്നെ ഉയർന്ന തലത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടനടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അന്വേഷണം എന്തായാലും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, സുൽത്താൻ ബത്തേരി വിഷയവുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി എന്നുള്ള പേരിന് പകരം പണ്ട് ഗണപതി മണ്ഡലം എന്നുള്ള ഒരു പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപേ തന്നെ ആ പ്രദേശം അവിടെയുള്ളതാണ്. പിന്നെ അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള UDF ഇടത് മറ്റ് ഇടത് വലത് കക്ഷികളുടെ പേര്. വ്യക്തമാണ്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.